കുഞ്ഞിൻ്റെ 8ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആസ്ട്രോനോട്ടായിരുന്നു അവളുടെ തീം. ഈ കേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കട്ടോ. ഇത് ഒരു പുൾ ഓവർ കേക്കിൻ്റെ ഒരു തീമിൽ നമ്മൾ ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ, സെക്കൻഡ് ബർത്ത്ഡേ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ ബർത്ത്ഡേസ് ഇതുവരെയുള്ള 7 ബർത്ത്ഡേസ് എടുത്തിട്ടുള്ള കേക്കാണ്. അതൊരു ഇച്ചിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. DIY ആയതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ചെറിയ ടെൻഷനൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അത് എങ്ങനെയാവും എന്താവും എന്നൊക്കെ. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് അത് പുറത്തേക്ക് വന്നു. ഇത് കഴിഞ്ഞിട്ടായിരുന്നു അടുത്ത ടാസ്ക്. ഇപ്പോൾ അതുമേ ശ്രദ്ധിച്ച് എല്ലാ ഫോട്ടോസും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ചെറുതായിരുന്നു ഞാൻ, ഇപ്പം എത്ര വലുതായി, അങ്ങനെയൊക്കെ. ഇനിയാണ് അടുത്ത ടാസ്ക്. ഞാനൊരു ഗിഫ്റ്റ് ആസ്ട്രോനോട്ടിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് എടുക്കാനായിരുന്നു അടുത്ത ടാസ്ക്. അത് നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളൊരു പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ അവളോട് പറയും നീ വെയിറ്റ് ചെയ്യും, ഞാൻ എടുക്കാം. ഞാൻ പറയും പക്ഷെ കൈയിടുമ്പോൾ കിട്ടില്ല. ഇത് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇട്ടിരുന്നത്, എന്നാലും കിട്ടി ഫൈനലി. ആൾ തുറന്ന് നോക്കിയപ്പോൾ ഇറ്റ് വാസ് എ റിങ്. ആൾക്ക് ഭയങ്കര സന്തോഷമായി, ഭയങ്കര ഇഷ്ടമാണ്. ജ്വല്ലറിയിൽ ആളോട് മാല, കമ്മൽ, വള ഇന്നതൊക്കെ ചോദിച്ചതൊന്നും വേണ്ട. ആൾക്ക് എപ്പോഴും റിങ് മതി എന്ന് പറയും. ഇതുവരെയും ചെറുതിലെ കുറേ റിങ് ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് ആൾക്ക് ഇരുത്തില്ലല്ലോ. പിന്നെ വലുതായപ്പോഴാണ് റിങ് ഇഷ്ടമായിട്ട് ആൾ. ഇത് ഫോണ്ടൻറ്റ് വെച്ച കേക്കായിരുന്നു. അപ്പോൾ അതിന് ഫസ്റ്റ് ആസ്ട്രോനോട്ട് പോർഷൻ റിമൂവ് ചെയ്ത് ഞാൻ കഴുകാൻ വെച്ചു. ഇപ്പോൾ അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാണിക്കുകയാണ് എന്തൊക്കെയായിരുന്നു അവളുടെ ബർത്ത്ഡേ, ഏതൊക്കെ തീമിലായിരുന്നു ബർത്ത്ഡേ, അതിൻ്റെ ഡിസ്കഷൻസൊക്കെ ആയിരുന്നു. റിങ് തുറന്ന് നോക്കണം എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. അതിൻ്റെ ഒരു ക്ലോസർ വ്യൂ ആണ്. ഞാൻ ഈ റിങ് അവൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ മേടിച്ച് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുമ്പോൾ അവളുടെ കൈമൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തിരുന്നു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. ഇതാണ് എൻ്റെ മേക്കിംഗ്. ഇതൊരു പിങ്കും ലാവൻഡർ കളറിൽ വന്നിരുന്നത്, പക്ഷേ എൻ്റെ ഒരു ആസ്ട്രോനോട്ട് തീമിൻ്റെ കൂടെ അത് പോവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെടുത്ത് പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ സിപ്പ് ലോക്ക് പൗച്ചിലേക്ക് ഫോട്ടോസൊക്കെ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്തിട്ട്, ഇത് നമുക്കായാലും വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇപ്പോൾ വലിയ എക്സ്പെൻസീവ് കേക്ക് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. പിന്നെ ആസ്ട്രോനോട്ടിൻ്റെ അതിൻ്റെ ഉള്ളിൽ ആ ഗിഫ്റ്റ് അത് ഞാനൊരു 10 പ്രാവശ്യം ഇട്ട് ഊരിയൊക്കെ നോക്കി ഈസി ആയിരിക്കുമോ കയ്യിൽ നിന്ന് എടുക്കാൻ. കാരണം അത്ര സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അത് അതിൻ്റെ ബോക്സ് ചെറുതാക്കണോ അങ്ങനെയൊക്കെ വിചാരിക്കുമായിരുന്നു. പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് സെറ്റാക്കി. ഒരു ഡയമണ്ട് റിങ്ങാണ് മേടിച്ചത്. നക്ഷത്ര ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്. അവിടെ ലൈറ്റ് വെയ്റ്റിൽ നല്ല കളക്ഷൻസ് കിട്ടാറുണ്ട്. സോ ഫസ്റ്റ് ഞാൻ നോർമൽ റിംഗ് സെക്ഷനിലാണ് പോയത്. പിന്നെ അതിലൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല അവളുടെ ഒരു സൈസിൽ. സോ ഫൈനലി ഐ വെൻറ്റ് ടു ദ ഡയമണ്ട് സെക്ഷൻ. അപ്പോൾ ഡയമണ്ട് സെക്ഷനിൽ അവളുടെ റിങ്ങിനേക്കാളും കൂടുതൽ എനിക്ക് എന്തൊക്കെ മേടിക്കാൻ പറ്റുമെന്ന് നോക്കി അവിടെ നടക്കായിരുന്നു. ഹസ്ബൻഡിനോട് പറയായിരുന്നു ഇതെടുക്കാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ. പിന്നെ ആൾ പറഞ്ഞു ഫോക്കസ് ചെയ്യ്, നിനക്ക് എന്താ വേണ്ടത്. ഇത് ഞാൻ ആ സാധനം അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഈ ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേയുടെ ഫോട്ടോസൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതും ഒരു 2-3 പ്രാവശ്യം എടുത്തും കൊടുത്തും അങ്ങനെ നോക്കി വീണ്ടും ഇടാൻ പറ്റണുണ്ടോ ഇല്ലേ, നമ്മുടെ ഒരു സിസ്റ്റം ഇതനുസരിച്ചിട്ട്. പിന്നെ അതിനെ ഒട്ടിച്ച് വെച്ചിട്ട് അവൾ കാണാനും പാടില്ല. അപ്പോൾ അതിനെ ഫിക്സ് ആക്കാൻ പറ്റും എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോട്ടോസ് ഒന്നും കൂടി ഇടാൻ പറ്റുമോ എന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. ഇതാണ് ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഫോട്ടോ. അതിൽ പിന്നിലുണ്ടാക്കിയ അവളുടെ ഫോട്ടോസൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്. സെക്കൻഡ് ബർത്ത്ഡേ അതിലവൾ ബേബി ഷാർക്ക് എന്ന് പറഞ്ഞ തീമാണ്. അന്ന് അവൾക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. തേർഡ് ഇത് എൽസാന, അതും അടിപൊളിയായിട്ട് അവൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവൾക്ക് യൂണിക്കോൺ വേണമായിരുന്നു. ഇതൊരു ലോക്ക്ഡൗൺ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇത് സ്നോ വൈറ്റ്. ഇതിൽ ഞങ്ങളുടെ ഡ്രസ്സുകളൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ഇസ് പ്രിൻസസ് ടിയാന. അവൾ ബുക്കിൽ നിന്ന് കണ്ടുപിടിച്ചതായിരുന്നു. ഇത് പോക്കോഹോണ്ടസ്. ഈ ഒരു തീം ഞാൻ ഞെട്ടിപ്പോയിരുന്നു. ഈ ഒരു പ്രിൻസസിനെ കേട്ടിട്ടേ ഇല്ലായിരുന്നു. ഫൈനലി ഇപ്പോൾ ആസ്ട്രോനോട്ട്. ഇനി വരുന്ന വർഷങ്ങൾ എന്തൊക്കെയാണ് അവളെ ചോദിക്കുക, അല്ലെങ്കിൽ പുതിയ തീമും കൊണ്ടുവരാമെന്നറിയില്ല. പക്ഷേ നമുക്ക് പറ്റുന്ന പോലെ നമ്മളത് സാധിച്ചു കൊടുക്കും.